We're going to go ahead and get started. The first is going to be a skit performed by St. Gregorios Orthodox Cathedral, Belwood. And this church is shepherded by Reverend Father Ham Joseph. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എത്ര കേട്ടാലും കണ്ടാലും മതിവരാത്ത പൊന്നുണ്ണിയുടെ കഥ. ഒരിക്കൽ കൂടി ഇതാ ആ അത്ഭുത ജനനം നമുക്ക് മുന്നിൽ ഒരു കഥയായി, പാട്ടായി, നൃത്തമായി എത്തുന്നു. സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് ബെൽവുഡ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം അഥവാ ഒരു ഡാൻസ് ഡ്രാമ തിരുപ്പിറവി. ഉണ്ണിമോനെ, ചോറുണ്ണാൻ വന്നേ. ഇന്ന് നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ നീ. ചോറുണ്ണാം, പക്ഷെ എനിക്കൊരു കഥ പറയോ പ്ലീസ്? ഉണ്ണിക്കമ്മ നല്ലൊരു കഥ പറഞ്ഞു തരാം. ആരുടെ കഥയാണെന്നറിയാമോ? മോനെ പോലെ ഒരു ഉണ്ണിയുടെ കഥ. ആ ഉണ്ണിയുടെ പേരാണ് യേശു. ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു കഥയാണിത്. പണ്ട് പണ്ട് നസ്രേത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവളും അതിയായ ദൈവഭക്തിയുള്ളവളുമായിരുന്നു മറിയം. യൗസേപ്പ് എന്നു പേരുള്ള ഒരാളുമായി മറിയത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ഒരു ദിവസം മറിയത്തിന്റെയും യൗസേപ്പ് പിതാവിന്റെയും അടുക്കൽ ദൈവത്തിന്റെ സന്ദേശവുമായി ഒരു മാലാഖ എത്തി. ആ മാലാഖയുടെ പേരായിരുന്നു ഗബ്രിയേൽ. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാനോ മന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. അങ്ങനെ മറിയത്തിന് മാലാഖ അറിയിച്ച പോലെ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ വെച്ച് ഒരു കുഞ്ഞു പിറന്നു. അതാണ് നമ്മുടെ ഉണ്ണിയേശു. ആ സമയത്ത് ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ധാരാളം മാലാഖ കുഞ്ഞുങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗ്ഗം തുറന്നു, മണ്ണിൽ പിറന്നു, മാലാഖഗീതം മുഴങ്ങു. സ്വർഗ്ഗം തുറന്നു, മണ്ണിൽ പിറന്നു, മാലാഖഗീതം മുഴങ്ങു. തൂമഞ്ഞു പെയ്തു, പൂക്കൾ വിരിഞ്ഞു, ക്രിസ്മസിൻ രാവുണർന്നു. ശാന്തി 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 അന്ന് ആ പ്രദേശത്ത് കുറെ ആട്ടിടയന്മാരുണ്ടായിരുന്നു. ഒരു ദൂതൻ അവരോടും ഈ സന്തോഷ വാർത്ത അറിയിച്ചു. ഒട്ടും താമസിക്കാതെ ആട്ടിടയന്മാരും യേശുകുഞ്ഞിനെ കാണാൻ ഓടിയെത്തി. തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി, ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ വരും മിശിഹാനാഥനെ കണ്ടു. പിന്നെ ആരാ വന്നത് ഉണ്ണിയേശുവിനെ കാണാൻ? ഇനിയും വേറെ 3 പേര് കൂടി വന്നു. അങ്ങ് ദൂരെ നിന്ന് 3 വിദ്വാൻമാർ. അവർ ഉണ്ണിയേശുവിനെ കണ്ട് പൊന്നും മൂരും കുന്തിരിക്കവും സമ്മാനമായി കൊടുത്തു.
അങ്ങനെയാണ് ലോകരക്ഷിതാവായി നമ്മുടെ ഉണ്ണി യേശു ജനിച്ചത്. ആ ദിവസമാണ് നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ഉണ്ണിമോനോട് കഥ പറഞ്ഞ് സമയം അങ്ങ് പോയതറിഞ്ഞില്ല. നമ്മുടെ ബെൽവുഡ് പള്ളിയിൽ നിന്ന് ദേ കരോളിങ് എത്തി. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്രോരിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയാ. ഏവർക്കും ബെൽവുഡ് സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.